ഒരു 5 സ്ലൈസ് ബ്രെഡ്, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് വീണ്ടും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു പാക്കറ്റ് പാല്, അതിൻ്റെ പകുതി ഒഴിച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ഉണ്ടാവണം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പാക്കറ്റ് പാലിൽ ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര, ഞാനിതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അഗർ പൗഡർ അല്ലെങ്കിൽ ചൈന ഗ്രാസ്, 1 ടീസ്പൂൺ വാനില എസൻസ്. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് തിക്കാവും ഇത് കുറച്ച് തിളച്ച് വരുമ്പോൾ. നല്ല തിക്കായി തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ തീരും. നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് ഇതിൻ്റെ പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ചൂട്ടോട് കൂടി ചേർത്ത് കൊടുത്താൽ വേഗം തന്നെ ഇത് അലിഞ്ഞോളും. നന്നായിട്ട് മിക്സ് ആക്കാം. കൊക്കോ പൗഡർ ആണെങ്കിൽ പിന്നെ വേഗം തന്നെ ഇത് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ചൂട്ടോടുകൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു കേക്ക് ടിന്നോ അതല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം ആയാലും മതി. ഇതിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ നമ്മൾ സാധാരണ ഉണ്ടാക്കി വെച്ച് മിക്സ് ഒഴിക്കാം. 1 ടീസ്പൂൺ ഈ ചോക്ലേറ്റ് മിക്സ് ഒഴിക്കാം. മേലെ മേലെ ഒഴിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ട് ഒഴിച്ചെടുത്തു. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നല്ല ചൂടുണ്ട്, ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നേരം കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. സൈഡൊക്കെ ഒന്നിങ്ങനെ പതുക്കേനൊന്ന് വിടിയിക്കാം. നമ്മൾ ബട്ടർ തേച്ചിട്ട് കൊണ്ട് വേഗം തന്നെ വിട്ട് വരും. ബ്രെഡ് പുഡിങ് കണ്ടോ നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സീബ്ര ബ്രെഡ് പുഡിങ്, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ് ആണ്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, സ്മൂത്താണ്, വായിലിട്ട് അലിഞ്ഞു പോണ പോലെ ഉണ്ടാവും. കണ്ട നല്ല ലെയർ പോലെ ഉണ്ട്. വാനിലയും ചോക്ലേറ്റിൻ്റെയും നല്ല ലെയർ ആയിട്ടുള്ള നല്ല അടിപൊളി സീബ്ര ബ്രെഡ് പുഡിങ്. വാനില ചോക്ലേറ്റ് പുഡിംഗ് എന്നും പറയാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, വായിലിട്ട് അലിഞ്ഞു പോണ പോലെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.